മലയാളം ഫസ്റ്റ് നാളത്തെ പേപ്പർ ഇങ്ങനെ വെയിറ്റേജ് 9ാം ക്ലാസ്. ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ നമ്മൾ ഓണപരീക്ഷയിലേക്ക് പോകുമ്പോൾ നമുക്ക് എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചാടിക്കയറി ഉത്തരം എഴുതും അല്ലേ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മലയാളം പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം മറ്റ് സബ്ജക്റ്റ് പോലെയല്ല, മലയാളം കുറച്ചുകൂടി വ്യത്യാസപരമായി നിൽക്കുന്ന ഒരു വിഷയമാണ് അല്ലേ? നമുക്ക് ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, വ്യക്തമാക്കുക, വിശകലനം ചെയ്യുക, താരതമ്യക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, അങ്ങനെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പം അതിനൊക്കെ ഓരോ വെയിറ്റേജ് ഉണ്ട്, ഓരോ സമയമുണ്ട്, ഓരോ ക്രമമുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നാളത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേപ്പർ ഇങ്ങനെയായിരിക്കാം. വെയിറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. എങ്ങനെ? ആദ്യം നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെന്ന ഉടനെ നിങ്ങളുടെ കയ്യിലൊരു സംഭവം കിട്ടും. എന്താണത്? ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? ഹായ്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, വേഗം ചാടിക്കയറി ഉത്തരം എഴുതാമെന്ന് വിചാരിക്കും അല്ലേ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ അത് തുറന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാവും, നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലുണ്ടാവും ഒരു സംഭവം, നിർദ്ദേശങ്ങൾ. അത് കൃത്യമായി സസൂക്ഷ്മം വായിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്, അതായത് കൂൾ ഓഫ് ടൈമാണ് ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത്. അടുത്ത 15 മിനിറ്റ് ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഈ സമയം വിനിയോഗിക്കണം. നിങ്ങൾക്ക് 1.5 മണിക്കൂറാണ് എക്സാം ഉണ്ടാകുക. ഈ 1.5 മണിക്കൂർ കൂടാതെ ഒരു 15 മിനിറ്റ് കൂടി നിങ്ങളുടെ കയ്യിലുണ്ടാകും. അവിടെ ആദ്യത്തെ 15 മിനിറ്റ് കൃത്യമായി ചോദ്യം വായിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക, എഴുതരുത്. രണ്ടാമത് എന്താണ്? ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. എ അല്ലെങ്കിൽ ബി എന്ന തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. പക്ഷേ എ ഓർ ബി ഓർ ക്വസ്റ്റ്യന് നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അത് ചിലപ്പോൾ 5 മാർക്കിനോ 7 മാർക്കിനോ ചോദ്യങ്ങളായിരിക്കാം. 5 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും ചോദ്യങ്ങളിൽ ഓർ ക്വസ്റ്റ്യൻ കാണാം. അതിൽ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതുക. ഓർ ക്വസ്റ്റ്യൻ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ്? ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം അല്ലേ മക്കളെ? സ്കോർ, സമയം. 5 മാർക്കിൻ്റെ ചോദ്യത്തിന് 7 മാർക്കിൻ്റെ അത്രയും ഉത്തരം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 5 മാർക്കിൻ്റെ ചോദ്യം അരപ്പുറത്തിൽ കവിയാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 7 മാർക്കിൻ്റെ ഒരു പുറത്തിൽ കവിയാതെ അത്രയും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2 or 3 വാക്യത്തിൽ അല്ലെങ്കിൽ 3 or 4 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പുറം എഴുതി വെക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞ ചോദ്യത്തിന് ആ ഉത്തരത്തിനനുസൃതമായി മാത്രം ഉത്തരം എഴുതുക. ഓക്കെ, എന്താണ്? ഇപ്പോൾ ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അരപ്പുറം മാത്രം മതി, ഒരു പുറം എഴുതി വെക്കണ്ട. അതാ പറഞ്ഞത് സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. ഇനി നമുക്ക് നമ്മുടെ മാർക്കിൻ്റെ വെയിറ്റേജ് ഒന്ന് പെട്ടെന്ന് നോക്കാം. മലയാളം ഫസ്റ്റിന് എക്സാം എഴുതാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങളുടെ മാർക്കിൻ്റെ വെയിറ്റേജ് നമുക്ക് പെട്ടെന്ന് നോക്കാൻ സാധിക്കും. എത്രയാണ്? നിങ്ങൾക്ക് 40 മാർക്കാണ് ആകെ എക്സാം ഉണ്ടാവുക. മലയാളം ഫസ്റ്റ് 1.5 മണിക്കൂർ മാത്രമാണ് എക്സാം. ഓക്കെ, അപ്പം 40 മാർക്കായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. എത്ര സമയമാണ്? 1.5 മണിക്കൂറാണ്. ഓക്കെ, 1.5 അവർ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ കൂൾ ഓഫ് ടൈം കൂടാതെ 1.5 മണിക്കൂർ നിങ്ങൾക്ക് എക്സാം എഴുതാം. 40 മാർക്കാണ് ടോട്ടൽ മാർക്ക്. ഇപ്പോൾ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക അല്ലേ? എന്താണ് പറയുന്നത്? ആദ്യത്തെ ചോദ്യം 4 ചോദ്യം 1 മാർക്കിൻ്റെ ആയിരിക്കും. അതിന് 1 മാർക്ക് വീതം. എത്ര മാർക്ക് കിട്ടി? 4 മാർക്ക് കിട്ടി. രണ്ടാമതോ 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 or 4 വാക്യത്തിൽ മാത്രം ഉത്തരം എഴുതുക അല്ലേ? 3 or 4 വാക്യത്തിൽ മാത്രം 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ 3 ചോദ്യം 3 മാർക്ക് വീതം. എത്രയായി? 9 മാർക്കായി. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക മക്കളെ. അരപ്പുറത്തിൽ കവിയാതെ. 8 മുതൽ 11, 8, 9, 10, 11 4 ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് വീതം? 5 മാർക്ക് വീതം ഉണ്ടാകും. 20 മാർക്ക് കിട്ടും. ഇവിടെയാണ് ഓർ ക്വസ്റ്റ്യൻ വരിക. 5 മാർക്കിൻ്റെ ഇനി ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടോട്ടൽ 5 ചോദ്യം ഉണ്ടാവും. പക്ഷെ 4 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക. എത്ര മാർക്ക്? 5 മാർക്ക് വീതം 4 ചോദ്യം. എത്ര മാർക്ക് കിട്ടി? 20 മാർക്ക് ഇവിടെയായി. പിന്നെയോ താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 7 മാർക്ക്. ഇവിടെയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അവസാനം 7 മാർക്കിൻ്റെ ചോദ്യത്തിനും എന്തുണ്ടാവും മക്കളെ? ഓർ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊന്ന് മാത്രം എഴുതുക. എത്ര മാർക്ക്? 7 മാർക്ക്. ടോട്ടൽ 40 മാർക്കിനാണ് നിങ്ങളുടെ മലയാളം എക്സാം. 1.5 മണിക്കൂർ. അത് മറന്നു പോകരുത് മുത്തുമണികളെ. ഇനി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് മക്കളെ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാർ പേജ് എടുക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കാം?
എന്തായിരിക്കാം? നമുക്ക് ഒരുപാട് മക്കൾക്കുള്ള കൺഫ്യൂഷനാണ് എന്ത്? ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, പ്രഭാഷണം ഇവയൊക്കെ എവിടെയാണ് വരിക എന്നത്. ഇപ്പം മലയാളം ഫസ്റ്റിൽ സംബന്ധിച്ച് സാറ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഈ ഒരു ക്ലാസ്സിൽ പെട്ടെന്ന് പറഞ്ഞു തരാം. എൻ്റെ മക്കൾക്ക് പഠിച്ചു പോകണം കേട്ടോ. നമുക്ക് 7 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, 7 മാർക്കിൻ്റെ ചോദ്യത്തിന് നമുക്ക് ഉപന്യാസം വരും, കഥാപാത്ര നിരൂപണം വരും, പിന്നെയോ ആസ്വാദനക്കുറിപ്പ് അല്ലേ, ആസ്വാദനക്കുറിപ്പ് വരും. പിന്നെന്താണ് വരിക? പ്രഭാഷണം വരും. ചില സമയം യാത്രാവിവരണം ചോദിക്കാം. കാരണം നമുക്ക് പഠിക്കാനുള്ള യാത്രാവിവരണം. ഓക്കെ, യാത്രാവിവരണം ചോദിക്കാം. ഇത് മലയാളം ഫസ്റ്റിൽ പഠിക്കാനില്ല, മലയാളം സെക്കൻഡിൽ യാത്രാവിവരണമുണ്ട്. മലയാളം ഫസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ മലയാളം ഫസ്റ്റിൽ നമുക്ക് യാത്രാവിവരണം ഒഴിവാക്കാം അല്ലേ, മലയാളം സെക്കൻഡിൽ ഇടാം. ഓക്കെ, ഇപ്പോൾ എന്താണ് മലയാളം ഫസ്റ്റിൽ പ്രധാനമായും 7 മാർക്കിൻ്റെ ചോദ്യത്തിന് സാധ്യത ഉപന്യാസം, കഥാപാത്ര നിരൂപണം, ആസ്വാദനക്കുറിപ്പ്, പ്രഭാഷണം. നമുക്കറിയാം ഉപന്യാസം വരാൻ സാധ്യതയുള്ള കുറച്ച് പാഠഭാഗങ്ങൾ നമുക്കില്ലേ? ഏതാണ്? നമുക്ക് അമ്മ എന്ന് പറയുന്ന പാഠഭാഗമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ പാഠഭാഗമാണ് അമ്മ. 9ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിലെ പ്രധാനപ്പെട്ട ചാപ്റ്റർ അമ്മ. അപ്പോൾ ഉപന്യാസം പറയുന്നത് അമ്മ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉപന്യാസം വരാം. അമ്മ അല്ലേ, അമ്മ എന്ന പാഠത്തിൽ എന്തൊക്കെ ഉപന്യാസത്തിന് വരാൻ സാധ്യതയുണ്ട്? മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് മക്കൾ ഉപേക്ഷിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് ഉപേക്ഷിക്കരുത്, അവരെ സംരക്ഷിക്കുക എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ ചോദ്യം വരാം. അത് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ പ്രഭാഷണവും വരാം. വൃദ്ധസദനങ്ങൾ പെരുകുന്നതിനെ കുറിച്ച് ഒരു പ്രഭാഷണം ചെയ്യുക. അപ്പോൾ ഇവിടെയും പ്രഭാഷണത്തിലും ഉപന്യാസത്തിലും അമ്മ എന്ന പാഠം കടന്നു വരാം. തീർന്നില്ല, കഥാപാത്ര നിരൂപണത്തിലും അമ്മ വരാൻ സാധ്യതയുണ്ട്. കാരണം ശക്തമായ കഥാപാത്രമല്ലേ അമ്മ. മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ അമ്മ എന്ന് പറയുന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അമ്മ. ഇപ്പോൾ കഥാപാത്ര നിരൂപണം അമ്മയും കടന്നു വരാം. സഹനശക്തിയുള്ള, മക്കളെ വിട്ടുകൊടുക്കാത്ത, പരാതിയും പരിഭവവും ഇല്ലാതെ മക്കളുടെ പഴയകാല ഓർമ്മയെ നെഞ്ചോട് ചേർക്കുന്ന ഒറ്റപ്പെട്ട കഥാപാത്രമായ അമ്മ എന്ന കഥാപാത്രം നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണത്തിൽ ചോദ്യം വരാം. ഇനിയുള്ളത് ആസ്വാദനക്കുറിപ്പാണ്. വല്ലാത്തൊരു സംഭവം അല്ലേ, ഒരു സംഗതിയാണ്. നിങ്ങൾ എന്ത് പഠിച്ചു പോയിട്ടും കാര്യമില്ല. എന്താണ് പഠിക്കേണ്ടത്? നിങ്ങളതിൻ്റെ ഘടന മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ആസ്വാദനക്കുറിപ്പ് ചോദിക്കുക നിങ്ങൾ പഠിച്ച ചാപ്റ്റർ എന്നല്ല, പുറത്തു നിന്നായിരിക്കാം അല്ലേ. പുറത്തുനിന്ന് ആസ്വാദനക്കുറിപ്പ് ചോദിക്കുക. പുറത്തുനിന്ന് കഥയോ കവിതയോ തീരും, എന്നിട്ട് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് ചോദിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയും. അപ്പം നമുക്ക് ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത്? അതെന്താണ് സാറ് പറഞ്ഞുതരാം. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് മക്കളെ? ആദ്യം തലക്കെട്ട് കൊടുക്കണം. ആസ്വാദനക്കുറിപ്പിന് ഒരു തലക്കെട്ട് വേണം. ആസ്വാദനക്കുറിപ്പിന് അവർ കവിതയോ കഥയോ തന്നാൽ അതിന് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറഞ്ഞ് തലക്കെട്ട് കൊടുക്കുക. പിന്നെ എന്താണ്? ആമുഖം വേണം. പിന്നെയോ ശരീരഘടന. ഈ ശരീരഘടന എന്ന് പറയുന്നതിലാണ് എന്തു വരേണ്ടത്? സന്ദേശം, അർത്ഥം, പിന്നെന്താണ്? നിങ്ങളുടെ അഭിപ്രായം, പിന്നെയോ ആശയം. സന്ദേശം, അർത്ഥം, ആശയം എന്നിവ എവിടെയാണ് വരേണ്ടത്? ഈ ആസ്വാദനക്കുറിപ്പിൻ്റെ ഘടനയാണ്. നമുക്ക് ആസ്വാദനക്കുറിപ്പിൽ എന്ത് വേണം മക്കളെ? തലക്കെട്ട് കൊടുക്കണം, ആമുഖം കൊടുക്കണം, ശരീരഘടന വേണം. അവസാനം എന്തു വേണം മക്കളെ? ഉപസംഹാരം കൊടുക്കണം. കാരണം എന്താ? ഒരു അവസാനം വേണ്ടി ആസ്വാദനക്കുറിപ്പിന്. അത്തരത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ത് മക്കളെ? ഒരു തലക്കെട്ട് കൊടുക്കണം, ആമുഖം വേണം, ശരീരഘടന വേണം, സന്ദേശം, അർത്ഥം, അഭിപ്രായം, ആശയം, അവസാനം ഒരു ഉപസംഹാരം കൊടുത്താൽ മനോഹരമായ ഒരു ആസ്വാദനക്കുറിപ്പായി. ഒരു പുറത്തിൽ കവിയാതെ വേണം ഇതൊക്കെ എഴുതാൻ. ഇതൊക്കെ ഒരു പുറത്തിൽ കവിയാതെ എഴുതേണ്ട ചോദ്യങ്ങളാണ് 7 മാർക്കിൻ്റെ. ഈ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന പോലെ തന്നെയാണ് മക്കളെ ഉപന്യാസവും. ഒരു മാറ്റവുമില്ല. തലക്കെട്ടൊക്കെ കൊടുത്ത് വേണം, ആമുഖം കൊടുത്ത്, ഒരു ശരീരഘടനയൊക്കെ കൊടുത്ത് പാരാഗ്രാഫാക്കി എഴുതണം. ഇമ്പോർട്ടൻ്റ് കാര്യം പാരാഗ്രാഫ് ആക്കണം. മിനിമം 4 പാരാഗ്രാഫെങ്കിലും നിങ്ങൾ കൃത്യമായി എഴുതണം ഈ ഒരു പുറത്തിൽ കവിയാതെ ചോദ്യം വന്നാൽ. ഓക്കെ, ഇനി പ്രഭാഷണം എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? പ്രഭാഷണം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞ് തുടങ്ങില്ലേ? മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞ് തുടങ്ങുക, അല്ലെങ്കിൽ നമസ്കാരം എന്നിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുക, പാരാഗ്രാഫായി എഴുതുക, അവസാനം നന്ദി നമസ്കാരം. ഇതായിരിക്കാം 7 മാർക്കിൻ്റെ ചോദ്യമായി നിങ്ങളുടെ പാഠഭാഗം മലയാളം ഫസ്റ്റിൽ കാണാൻ സാധിക്കുക. ഓക്കെ, പിന്നെ ആന ഡോക്ടറിൻ്റെ പുളിമാവ് വെട്ടി, പ്രകൃതി പാഠങ്ങൾ, ഇവയിൽ നിന്നൊക്കെ ഉപന്യാസം ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രകൃതി നശിപ്പിക്കുന്നതിനെ കുറിച്ച് ഉപന്യാസം എഴുതുക. പ്രകൃതി നശിപ്പിക്കാൻ പാടില്ല. പിന്നെ ആന ഡോക്ടർ അല്ലേ, നമ്മുടെ ആന ഡോക്ടർ ഇല്ലടാ മക്കളെ. ആന ഡോക്ടർ എന്ന് പറയുന്ന കഥയിൽ ആന ഡോക്ടറുടെ കഥാപാത്ര നിരൂപണം ചിലപ്പോൾ സാധ്യം വരും. ആന ഡോക്ടറിലെ ഡോക്ടറിൻ്റെ കഥാപാത്ര നിരൂപണം. ആന ഡോക്ടർ
ആന ഡോക്ടർ. ഓക്കെ, ആന ഡോക്ടറിൻ്റെ കഥാപാത്ര നിരൂപണം ആരാണ് കഥാപാത്ര നിരൂപണം ചെയ്യാൻ കിട്ടുക? ഡോക്ടർ കെയുടെ കഥാപാത്ര നിരൂപണം ചിലപ്പോൾ ചോദിക്കാം. ഡോക്ടർ കെയുടെ കഥാപാത്ര നിരൂപണം നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി പോവുക. ഡോക്ടർ കെയുടെ കഥാപാത്ര നിരൂപണമായി നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, പിന്നെ പുളിമാവ് വെട്ടി പ്രകൃതി പാഠങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഉപന്യാസം പ്രതീക്ഷിക്കാം അല്ലേ? ഉപന്യാസം പ്രതീക്ഷിക്കാം. പുളിമാവ് വെട്ടി പിന്നെ പ്രകൃതി പാഠങ്ങൾ ഉപന്യാസം ആ പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താണ്? പ്രകൃതിയെ നശിപ്പിക്കരുത്. ഓക്കെ, പ്രകൃതിയെ നശിപ്പിക്കരുത്, അല്ലെങ്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരായി പ്രകൃതി ചൂഷണം ഈ ഒരു വിഷയത്തിൽ നിന്നും ഉപന്യാസം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് 9ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റിൽ നമുക്ക് പ്രധാനപ്പെട്ട 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുക മക്കളെ. അപ്പോൾ അതുമാത്രമല്ല ഇനിയുമുണ്ട്. ഏതാണ് നമുക്ക് പ്രധാനമായി ചോദ്യങ്ങൾ കാണാൻ സാധിക്കുക? 5 മാർക്കിൻ്റെ ചോദ്യങ്ങളില്ല മക്കളെ. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്? വിശകലനക്കുറിപ്പ് അല്ലേ? പിന്നെയോ വിശദമാക്കുക. പിന്നെ താരതമ്യക്കുറിപ്പ് വരും. താരതമ്യക്കുറിപ്പ് ചോദ്യങ്ങളായി പ്രതീക്ഷിക്കാം. പിന്നെന്താണ് വരിക? കുറിപ്പ് എഴുതുക. പിന്നെ നിരീക്ഷണം എഴുതുക. ഇവയെ കൂടാതെ ഒന്നും കൂടി വരും. എന്ത്? അഭിപ്രായം. നമ്മുടെ സ്വന്തം അഭിപ്രായം എഴുതാനും ചിലപ്പോൾ ചോദ്യം വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ കൃത്യമായി 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അരപ്പുറത്തിൽ കവിയാതെ വേണം ഉത്തരം എഴുതാൻ. എത്ര മാർക്ക്? 5 മാർക്കിന് അരപ്പുറത്തിൽ കവിയാതെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ഇതുകൂടാതെ ഒറ്റ വാക്കിന് ഉത്തരം എഴുതുക. പിന്നെ പിരിച്ചെഴുതുക, വിഗ്രഹിച്ചെഴുതുക. ഇതൊക്കെ 1 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമാണ്. പിന്നെ 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമില്ല. 3ഓ 4ഓ വരി മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇതൊക്കെയായിരിക്കും നമ്മുടെ മലയാളം ഫസ്റ്റിലെ നമ്മുടെ സുഹൃതഹാരങ്ങൾ, അമ്മ, പാത്തുമ്മയുടെ ആട്, പിന്നെയോ ആന ഡോക്ടർ, പുളിമാവ് വെട്ടി, പ്രകൃതി പാഠങ്ങൾ. ഈ 6 ചാപ്റ്ററിൽ നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പാഠഭാഗങ്ങളും ക്വസ്റ്റ്യൻസും ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും വരിക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല വൃത്തിയിൽ അടിപൊളിയായി എക്സാം എഴുതുക. എല്ലാവർക്കും നല്ലൊരു എക്സാമിനേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.